ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ മിസ്സി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. സഫന്യാവിന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചത്. 9 ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. വേഗത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: കഷ്ടത മനുഷ്യന് വരുത്തുന്നത് എന്തിനാണ്? ഉത്തരം ഇതാണ്: മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം. 1:17. രണ്ടാമത്തെ ചോദ്യം: കടൽക്കരയിൽ താമസിക്കുന്നവർ ആരാണ്? ഉത്തരം: ക്രേത്യജാതി. സഫന്യാവ് 2:5. മൂന്നാമത്തെ ചോദ്യം: അല്പബുദ്ധികൾ ആരാണ്? ഉത്തരം: പ്രവാചകന്മാർ ലഘുബുദ്ധികളും വിശ്വാസപാതകന്മാരുമാകുന്നു. 3:4. നാലാമത്തെ ചോദ്യം: തൂവക്കാടും ഉപ്പുപടനയും ശാശ്വത ശൂന്യവുമായി തീരും ആരാണ്? ഉത്തരം: മോബാബും അമ്മോന്യരും. സഫന്യാവ് 2:9. അഞ്ചാമത്തെ ചോദ്യം: ശിക്ഷ വരുന്നത് ആർക്കൊക്കെയാണ്? സഫന്യാവ് 1:3 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും: മനുഷ്യരെയും മൃഗങ്ങളെയും സംഹരിക്കും, ആകാശത്തിലെ പർവ്വജാതിയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും എല്ലാം സംഹരിക്കുമെന്ന് അവിടെ കാണുന്നുണ്ട്. അതായത് ജീവജാലങ്ങൾക്കെല്ലാം ശിക്ഷ വരുമെന്നാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ 1:4, 5, 6 വാക്യങ്ങളും ആസ്പദമാക്കി പല പ്രിയപ്പെട്ടവരും ഉത്തരം അയച്ചിട്ടുണ്ട്. ആ ഉത്തരവും ഏകദേശം ശരിയായിട്ട് വരും. അങ്ങനെ ഉത്തരം അയച്ചവർക്കും ശരി ഉത്തരമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. നമ്മുടെ 7ാമത്തെ ചോദ്യം ഇതായിരുന്നു: പതിര് പോലെ പാറിപ്പോകുന്നത് എന്താണ്? ഉത്തരം: ദിവസം. സഫന്യാവ് 2:1. 8ാമത്തെ ചോദ്യം: അഹങ്കാരവും ആഹ്ലാദവും ചേർന്ന് കാണുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരം: ഗർവോല്ലിസിതന്മാർ. സഫന്യാവ് 3:11. 8ാമത്തെ ചോദ്യം: ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു വാക്ക് ആദ്യ 2 അക്ഷരവുമായി ബന്ധപ്പെട്ട് അനേക വാക്കുകൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. അവസാന 2 അക്ഷരം കേരളീയ വിവാഹങ്ങളിൽ മുഖ്യസ്ഥാനമുള്ള ഒന്നാണ്. ഉത്തരം ഇതാണ്: യാഗസദ്യ. സഫന്യാവ് 1:8. യാഗത്തെക്കുറിച്ച് നമുക്കറിയാം, ബൈബിളിൽ പല വാക്കുകൾ കാണാം. പാപയാഗം, ഹോമയാഗം, ഹനനയാഗം, അങ്ങനെ പല യാഗങ്ങളെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. സദ്യ എന്ന് പറയുന്നത് കേരളീയ വിവാഹങ്ങളിൽ മുഖ്യസ്ഥാനമുള്ള ഒന്നാണ്. 9ാമത്തെ ചോദ്യം ഇതാണ്: 5 അക്ഷര വാക്ക് ചില ധ്വനികൾ ഇവിടെ കേട്ടതായി പറയുന്നുണ്ട്. യേശുവിൻ്റെ അത്ഭുതവുമായി ആദ്യ വാക്കിന് ബന്ധം. അവസാന 3 അക്ഷര വാക്കുകൊണ്ട് പുതിയ നിയമത്തിൽ ഒരു അപകടം നടന്നതായി കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ആരാണ്? ഉത്തരം ഇതാണ്: മത്സ്യഗോപുരം. മത്സ്യഗോപുരം സഫന്യാവ് 1:10 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ മത്സ്യഗോപുരത്തിന് ചില ശബ്ദങ്ങൾ കേട്ടതായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യം, യേശുവിൻ്റെ പല അത്ഭുതങ്ങളിലും മത്സ്യം കാണുന്നുണ്ട്. 5 അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും 7 അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും ഒക്കെ അവിടെ നമുക്ക് മത്സ്യം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശീലോവിലെ ഗോപുരം വീണ് 18 പേർ മരിച്ചുപോയ ഒരു സംഭവം ലൂക്കോസിന്റെ സുവിശേഷം 13:4 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് പുതിയ നിയമത്തിൽ നടന്ന ഒരു അപകടം. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബീന ബോസ്. രണ്ടാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റെജിമോൾ. മൂന്നാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ ജോർജ് TG. നാലാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ആനി മാത്യു. അഞ്ചാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിജിമോൾ K. ചാണ്ടി. ആറാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സൂസൻ ജെയിംസ്. ഏഴാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡോറ സ്റ്റീഫൻ. എട്ടാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ താര ബിജു. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ചിരിക്കുന്നത്. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ഹഗ്ഗായി പ്രവചനത്തിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ക്ഷാമമുണ്ടായത് എവിടൊക്കെയാണ്? ക്ഷാമമുണ്ടായത് എവിടൊക്കെയാണ്? രണ്ടാമത്തെ ചോദ്യം: ദൈവം ചലിപ്പിക്കും എന്തിനൊക്കെയാണ്? ദൈവം ചലിപ്പിക്കും എന്തിനൊക്കെയാണ്? മൂന്നാമത്തെ ചോദ്യം: ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടത് ആരോടാണ്? ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടത് ആരോടാണ്? നാലാമത്തെ ചോദ്യം: ആരുടെയൊക്കെ ആത്മാവിനെയാണ് ദൈവം ഉണർത്തിയത്? ആരുടെയൊക്കെ ആത്മാവിനെയാണ് ദൈവം ഉണർത്തിയത്? അഞ്ചാമത്തെ ചോദ്യം: ഒരു വാക്യത്തിൽ കാണുന്ന 3 അധികാര സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? വാക്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം.
ഒരു വാക്യത്തിൽ കാണുന്ന 3 അധികാര സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? വാക്യം ഏതാണ്? വാക്യം അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ അതിന്റെ ഉത്തരം മാത്രം എഴുതുക. വാക്യം ഏതാണെന്ന് വെച്ചാൽ അതിന്റെ റെഫറൻസും കൂടി എഴുതിയാൽ മതിയാവും. 6ാമത്തെ ചോദ്യം, ഹഗ്ഗായി പ്രവചനത്തിലെ ആദ്യ പ്രവചനവും അവസാന പ്രവചനവും ലഭിച്ച മാസവും ദിവസവും ഏതാണ്? ഹഗ്ഗായി പ്രവചനത്തിലെ ആദ്യ പ്രവചനവും അവസാന പ്രവചനവും ലഭിച്ച മാസവും ദിവസവും ഏതാണ്? 7ാമത്തെ ചോദ്യം, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ എന്ന് ദൈവം എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ എന്ന് ദൈവം എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? 8ാമത്തെ ചോദ്യം, അനുഗ്രഹം പ്രാപിക്കുന്നില്ല എന്നതിന് ഒരു ഉപമ ഈ പുസ്തകത്തിൽ കാണാം. അത് ഏതാണ്? അനുഗ്രഹം പ്രാപിക്കുന്നില്ല എന്നതിന് ഒരു ഉപമ ഈ പുസ്തകത്തിൽ കാണാം. അത് ഏതാണ്? 9ാമത്തെ ചോദ്യം, ഇന്നു മുതൽ ഞാൻ അനുഗ്രഹിക്കും എന്നും ദൈവം പറഞ്ഞ ദിവസം ഏതാണ്? ഇന്നു മുതൽ ഞാൻ അനുഗ്രഹിക്കും എന്ന് ദൈവം പറഞ്ഞ ദിവസം ഏതാണ്? 10ാമത്തെ ചോദ്യം, മുദ്രമോതിരം എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മുദ്രമോതിരം എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഹഗ്ഗായി പ്രവചനത്തിൽ 2 അധ്യായമേ ഉള്ളൂ. വേഗത്തിൽ തന്നെ 2 അധ്യായം വായിച്ച് എല്ലാവർക്കും ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിന്റെ ചിറകടിയിൽ നമ്മൾ ഒരുമിച്ച് മറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.